വളരെ അധികം സന്തോഷമുണ്ട് ഇന്ന് ഈ ഒരു പ്രസ്ഥാനത്തിൻ്റെ ആരംഭം കുറിക്കുമ്പോൾ അഭിമന്യ തിരുമേനിയുടെയും ഈ നാട്ടിലെ വൈദികരുടെയും അൽമായക്കാരുടെയും എല്ലാം സന്തോഷത്തിൽ പങ്കുകൊള്ളുവാൻ സാധിക്കുന്നത്. കർത്താവ് യേശു മിശിഹ നമ്മളോട് അറിയിച്ചിരിക്കുന്ന വലിയൊരു സന്ദേശം വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 36-ാമത്തെ വാക്യം. നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് മനസ്സലിവുള്ളവനാകുന്ന പോലെ നിങ്ങളും മനസ്സലിവുള്ളവരാകുവീനെന്ന്. Be merciful as your heavenly Father is merciful. വളരെ അർത്ഥമുള്ള ഒരു കാര്യമാണ്. നമ്മുടെ കരുണയുടെ മാനദണ്ഡം ദൈവത്തിൻ്റെ കരുണയുടെ മാനദണ്ഡമാണ്. ലോകത്തിൽ മറ്റുള്ള പ്രവർത്തനങ്ങളോ പ്രവർത്തകരുടെ മാനദണ്ഡങ്ങളോ അല്ല. അതുകൊണ്ട് കരുണയ്ക്കും സഹാനുഭൂതിക്കും അതിരില്ല. കാരണം ദൈവത്തിന് അതിരില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഇന്ന് കേരളത്തിൽ, നമ്മുടെ കൊച്ചു കേരളത്തിലുള്ളത് 8 ലക്ഷത്തോളം മന്ദബുദ്ധികളും വികലാംഗരുമായിട്ടുള്ള ആളുകളാണ്. അതിൽ ഇന്ന് എല്ലാ സഭകളും മതങ്ങളും എല്ലാം കൂടെ നടത്തുന്ന കാരുണ്യ നിലയങ്ങളെല്ലാം കൂടെ കൂട്ടിയാലും ഏതാണ്ട് 1 ലക്ഷത്തിൽ കൂടുതൽ ആളുകൾക്ക് അഭയമരുളുന്നില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് നമ്മുടെ പ്രവർത്തന മേഖല എത്രമാത്രം വിപുലമാണെന്ന് ഞാൻ ഓർമ്മിപ്പിച്ചു എന്നുള്ളതേ ഉള്ളൂ. സഭയുടെ ദൗത്യം സമൂഹത്തിൻ്റെ ഉയർച്ച കൂടിയാണ്. സഭാംഗങ്ങളുടെ ആത്മീയ ഉയർച്ചയോടൊപ്പം നാം നിവസിക്കുന്ന ഈ സമൂഹത്തിൻ്റെ സ്പന്ദനങ്ങളെ മനസ്സിലാക്കി അവരുടെ പ്രയാസങ്ങളെയും ദുരിതങ്ങളെയും ദുഃഖങ്ങളെയും മനസ്സിലാക്കി ക്രിയാത്മകമായി അർത്ഥപൂർണമായി സമൂഹത്തിൻ്റെ വെല്ലുവിളികളെ നേരിടുവാൻ നമുക്ക് കഴിയുക എന്നുള്ളത് സഭയുടെ ദൗത്യമാണ്. ഇന്ന് ലോകമെമ്പാടും അത്തരത്തിലുള്ളതായ ഒരു പ്രവർത്തന ശൈലിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു എല്ലാ സഭകളും എന്നുള്ളത് വളരെയധികം ആശ്വാസമാണ്. അതൊരു തുടക്കം മാത്രമാണ്. ഇനി വളരെ ദൂരം നമുക്ക് യാത്ര ചെയ്യുവാനുണ്ട്. സമൂഹത്തിൻ്റെ പ്രയാസങ്ങളെയും ദുരിതങ്ങളെയും കണ്ടറിയുവാൻ നമുക്ക് സാധിക്കണം. അഭിമന്യ തിരുമേനി ഇവിടെ 9 പ്രസ്ഥാനങ്ങൾ നടത്തുവാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് തിരുമേനി ഈ സ്ഥാപനം വാങ്ങിച്ചത് കാണണം എന്ന ആഗ്രഹത്തെ ഞാനിവിടെ വന്നപ്പോൾ ഇത് മുഴുവൻ കാട് പിടിച്ച് കിടക്കുന്ന മല ഏതാണ്, കുഴി ഏതാണ്, നിരപ്പ് ഏതാണെന്ന് അറിയാൻ ബാക്കിയില്ലാത്ത രീതിയിൽ കിടക്കുന്ന ഒരു സ്ഥലമായിരുന്നു. ഇന്നത് വളരെ മനോഹരമായിട്ട് അതിൻ്റെ ലാൻഡ് ഡെവലപ്മെൻ്റ് എല്ലാം ചെയ്ത് ലോകോത്തരമായ നിലയിൽ തന്നെ നല്ല ഒരു സ്കൂള് നിർമ്മിക്കുവാൻ സാധിച്ചു എന്നുള്ളതിൽ തിരുമേനിയെയും തിരുമേനിയുടെ കൂടെ പ്രവർത്തിക്കുന്ന എല്ലാവരെയും മുക്തകണ്ഠമായി അനുമോദിക്കുകയാണ് ഈ സമയത്ത്. സഭയ്ക്ക് ഇതൊരു അഭിമാനമാണ്. ഞാൻ തിരുമേനിയോട് നേരത്തെ ഈ പ്രസ്ഥാനത്തിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു. മലങ്കര സഭയുടെ പ്രധാന മേലധ്യക്ഷൻ്റെ പേരിലാണ് ഈ വസ്തു. അതുപോലെ ഈ ചാരിറ്റബിൾ സൊസൈറ്റിയാണ് എങ്കിലും അതിൻ്റെ പേട്ടനായിരിക്കുന്ന മലങ്കര മെത്രാപ്പൊലീത്തയാണ്. പ്രസിഡൻ്റായിരിക്കുന്ന തിരുമേനിയാണെങ്കിലും അതിൻ്റെ ബൈലോയ്ക്കകത്ത് തിരുമേനിയുടെ കാലശേഷം
മലങ്കര സഭയുടെ സുന്നഹദോസ് നിശ്ചയിക്കുന്ന ഒരു മെത്രാനായിരിക്കും അതിൻ്റെ ചുമതല എന്നുള്ളതും എഴുതി വച്ചിരിക്കുന്നത് സഭയെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു പ്രതീക്ഷ നൽകുന്ന ഒരു സ്ഥാപനവും. ഇതുപോലുള്ളതായ പ്രസ്ഥാനങ്ങൾ നമുക്ക് വളരെയധികം ഉണ്ടാവണം. ഇന്ന് നേരിടുന്ന വലിയ ഭീഷണികൾ എന്താണെന്ന് നമുക്കറിയാം. വിദ്യാഭ്യാസത്തിന്, ജോലിക്ക് ഒക്കെ കുഞ്ഞുങ്ങൾ വെളിയിലേക്ക് പോകുമ്പോൾ ഒറ്റപ്പെട്ട മാതാപിതാക്കളും അത് പ്രായമായിരിക്കുന്നവർക്കുമുള്ള സംരക്ഷണ കേന്ദ്രങ്ങൾ അനേകം ഉണ്ടാകേണ്ടത് ഇന്ന് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. വളരെ ചുരുക്കമായ 1-2 സ്ഥാപനങ്ങൾ നമുക്കുള്ളതിൽ പോലും ആളുകൾ നിറഞ്ഞിരിക്കുകയാണ്. പുതിയതായിട്ട് ആളുകൾക്ക് പ്രവേശനം കൊടുക്കാൻ സാധ്യമല്ല. അങ്ങനെയുള്ളതായ വെല്ലുവിളികൾ, അതുമാത്രമല്ല വളരെയധികം സാമൂഹിക പ്രതിബദ്ധതയോടെ പ്രവർത്തിക്കേണ്ട ഒരു കാലഘട്ടമാണ്. സമ്പത്തും ധനവും വളരെയധികം വർദ്ധിച്ചു വരുന്നുവെങ്കിലും ഇതുപോലുള്ളതായ കാര്യങ്ങൾക്ക് വേണ്ടി സമ്പത്തും പണവും സമയവും ചെലവഴിക്കാൻ ആളുകൾ തയ്യാറാകുന്നതിൽ നമുക്ക് വളരെയധികം സന്തോഷമാണ്. ബഹുമാനപ്പെട്ട മാവേലിക്കരയുള്ള MP ജോൺ എനിക്കും നേരത്തെ പരിചയമുള്ളയാളാണ്. അദ്ദേഹം ഇതിനു വേണ്ടി നല്ല ഒരു സംഖ്യ മുടക്കിയ തിരുമേനിയുടെ വീക്ഷണങ്ങൾക്ക് പ്രചോദനമായി പ്രവൃത്തിയിൽ വരുത്തുവാൻ അദ്ദേഹം സഹായിച്ചു എന്നുള്ളത് അദ്ദേഹത്തെയും ആ കുടുംബത്തെയും പ്രത്യേകമായി ഞാൻ അനുമോദിക്കുകയാണ്. അദ്ദേഹം അത് ചെയ്തത് തിരുമേനിക്ക് വേണ്ടിയല്ല എന്ന് നമുക്കറിയാം. സഭയ്ക്കാണ് അതിൻ്റെ പ്രയോജനം ഉണ്ടാകുന്നത്, സമൂഹത്തിനാണ്. അദ്ദേഹം മാവേലിക്കരക്കാരനാണെങ്കിലും പുത്തൂർ പ്രദേശത്തുള്ള ആളുകൾക്കും അല്ലെങ്കിൽ ഇതിനോടനുബന്ധിച്ചുള്ള ആളുകൾക്കുമാണ് അഭിമാനമായിരിക്കുന്ന ഒരു സ്ഥാപനമായത് വളരുന്നത് എന്നുള്ളൊരു സംശയമില്ല. ഇന്ന് ഇതിനു വേണ്ടി അധ്വാനിച്ച അനേകരുണ്ട്. ഇതിൻ്റെ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന അഡ്വക്കേറ്റ് മാത്യു കോശിക്കുളങ്ങര, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട വൈദികർ, എല്ലാവരും ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കുന്നത് സഭയുടെ സന്തോഷമാണ്, സഭയ്ക്ക് അഭിമാനമാണ്. നിങ്ങളെല്ലാവരെയും പ്രത്യേകമായി സന്തോഷത്തോടെ അഭിനന്ദിക്കുന്നു. ദൈവത്തിൻ്റെ ജോലി നമ്മൾ നിർവഹിക്കുമ്പോൾ കരുണയുടെ പ്രവാഹം നമ്മിൽ നിന്നുണ്ടാകുമ്പോൾ അത് നല്ല ശക്തമായ പ്രവാഹമാകുമ്പോൾ അനേകം കൈവഴികൾ ഒഴുകിപ്പോവും. നമുക്കറിയാം, വലിയ ശക്തമായ മലയിടിച്ചിലോ വെള്ളപ്പാച്ചിലോ ഉണ്ടാകുമ്പോൾ അത് പോകുന്ന വഴികൾ എവിടെയാണെന്ന് നമുക്കറിയില്ല. അത് പല പല വഴികളായി, കൈവഴികളായി പോയി പല പ്രദേശങ്ങളിലും നാശനഷ്ടമുണ്ടാകും. എന്നാൽ അതുപോലെ തന്നെയാണ് കരുണയുടെ പ്രവാഹം. ശക്തമായ കരുണയുടെ പ്രവാഹമാണെങ്കിൽ അത് അനേകം ചാലുകളിലേക്ക് ഒഴുകി അനേകം ആളുകൾക്ക്, പ്രദേശങ്ങൾക്ക് സന്തോഷം നൽകുവാനായിട്ട് കഴിയുമെന്നുള്ളതിന് സംശയമില്ല. ഈ പ്രസ്ഥാനം ഇവിടെ ഉണ്ടായിരിക്കുന്നത് ഒരു ദൈവനിയോഗമാണ് എന്ന് ഞാൻ പറയും. ആ ദൈവനിയോഗം ഈ പ്രദേശത്തിനും സഭയ്ക്കും സമൂഹത്തിനും മാതൃകയായിട്ടും അനുഗ്രഹമായും തീർന്ന് നമുക്കെല്ലാവർക്കും അത് ആസ്വദിക്കുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ഇടയാവട്ടെ എന്ന് ആശംസിച്ച് പ്രാർത്ഥിച്ച് എൻ്റെ ഉദ്ഘാടന പ്രസംഗം അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.